ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വിവിധ സ്ഥലങ്ങളിലായി എന്നെ ശ്രമിക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എനിക്കുള്ള സ്നേഹവന്ദനം ഞാൻ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. ഞാൻ ഇന്ന് ഈ ലൈവ് മെസ്സേജ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇതൊരു പഠനമാണ്, ഒരു പ്രസംഗമല്ല. ഏറെക്കാലമായി അഖില ലോകത്തുള്ള സകല വിശ്വാസികളുടെ സമൂഹത്തിലും ഏറെ വാദപ്രതിവാദങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും കാരണമായി തീർന്നിട്ടുള്ള ഒരു വചനഭാഗം, അതായത് എബ്രായലേഖനം അതിന്റെ 6 മുതൽ 6 ഇത് ഷെയർ ചെയ്താൽ ഈ വേദഭാഗം സംബന്ധിച്ചുള്ള ദീർഘകാലങ്ങളായി നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക്, വിശേഷാൽ സംശയങ്ങൾക്ക് ഒരു പരിഹാരമായി അത് ഭവിക്കും എന്ന് കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു. മറ്റനേകർക്ക് അത് പ്രയോജനപ്പെടുകയും ചെയ്യും. എബ്രായർ 6-ന്റെ 4-5 വാക്യങ്ങൾ വിശ്വാസികളെ സംബന്ധിച്ചാണോ അതോ അവിശ്വാസികളെ സംബന്ധിച്ചാണോ ഇവിടെ അപ്പോസ്തലൻ വിവരിക്കുന്നത് എന്നുള്ള ചോദ്യം ഏറെക്കാലമായി വേദപണ്ഡിതാക്കളുടെ ഇടയിൽ ഏറെ സംശയങ്ങൾക്കും വാദകോലാഹലങ്ങൾക്കും കാരണമായി ഭവിച്ചിട്ടുണ്ട്. ഞാൻ അതിന്റെ ബൈബിളികമാകുന്ന, അതായത് വാട്ട് ഈസ് ഇറ്റ്സ് ബിബ്ലിക്കൽ ലിറ്റററി ഇന്റർപ്രിട്ടേഷൻ, വേദപുസ്തകം നൽകുന്ന അതിന്റെ ആക്ഷരികമാകുന്ന വ്യാഖ്യാനം എന്നാണെന്നാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അല്ലാതെ ബ്രദറൻ വ്യാഖ്യാനം എന്തെന്നോ പെന്തക്കോസ്ത് വ്യാഖ്യാനം എന്തെന്നോ അല്ല പറയുന്നത്. ഞാൻ ആദ്യമായി ആ വാക്യങ്ങൾ വായിക്കുന്നു. എബ്രായലേഖനം 6-ന്റെ 4 മുതലുള്ള വാക്യങ്ങൾ. ഒരിക്കൽ പ്രകാശം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ അവർ ദൈവപുത്രനെ ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിയുന്നതല്ല. വളരെ പ്രസക്തമായിരുന്ന ഒരു വേദഭാഗമാണ്. എബ്രായലേഖനം 10-ാം അധ്യായത്തിന്റെ 36 മുതലുള്ള വാക്യങ്ങളും 6-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങളും രക്ഷ നഷ്ടപ്പെട്ടു പോകും എന്ന് സ്ഥാപിക്കാൻ രക്ഷാ നഷ്ടവാദികൾ അടിസ്ഥാനമായി അല്ലെങ്കിൽ ഉപോദ്ബലകമായി കണ്ടെത്തിക്കൊണ്ടെന്ന് അവതരിപ്പിക്കുന്ന 2 വേദഭാഗങ്ങളാണ്. ബ്രദറൻകാരുടെ ഇടയിലെ ചില പണ്ഡിതന്മാർ എന്നൊക്കെ പറയുന്ന ആളുകളും ഈ വേദഭാഗം വിശ്വാസത്തെ സംബന്ധിച്ചാണ് എന്ന് പറഞ്ഞ് എഴുതുകയും വ്യാഖ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് അങ്ങനെ ഇരുന്നോട്ടെ, ഞാൻ ഇവിടെ ഈ വേദഭാഗം ആരെക്കുറിച്ച് എന്തു പറയുന്നു എന്നാണ് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഈ വേദഭാഗത്തെ പഠന സൗകര്യാർത്ഥം ഇങ്ങനെ വിഭജിക്കാം. ഈ എബ്രായ ജനതയ്ക്ക് ദൈവം നൽകിയ 5 വിധ ആനുകൂല്യങ്ങൾ, the 5-fold privileges that God gave to the Jews. യഹൂദന്മാർക്ക് ദൈവം നൽകിയ 5 വ്യത്യസ്തങ്ങളായിരിക്കുന്ന ആനുകൂല്യങ്ങൾ. ആ ആനുകൂല്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ ഒറ്റ വാക്കിൽ ആദ്യം പറയാം. അങ്ങനെയാകുമ്പോഴോ പഠിക്കുമ്പോൾ നമുക്കത് പഠിക്കുക ഓർമ്മയിൽ ലഭിക്കാൻ എളുപ്പമുണ്ട്. 1, അവർ പ്രകാശം ലഭിച്ചവരാണ്. ഒരിക്കൽ പ്രകാശം ലഭിച്ചവരാണ്. they had been enlightened. 2, they had tasted of the heavenly gift. സ്വർഗീയ ദാനം ആസ്വദിച്ചവരാണ്. 3, പരിശുദ്ധാത്മാവിന്റെ പങ്കാളികളായവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they had partaken of the Holy Spirit. പരിശുദ്ധാത്മാവിനോട് പങ്കാളിത്വം ഉണ്ടായിരുന്ന ആളുകൾ. 4, they had tasted the word of God. ദൈവവചനം ആസ്വദിച്ചവർ. 5, they had tasted the power of the age to come. വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയെ ആസ്വദിച്ചവർ. These are the 5-fold privileges of these people who are reading the book of Hebrews. എബ്രായ ലേഖനം വായിക്കുന്ന അനുവാചകരായ ആളുകൾക്കുണ്ടായിരുന്ന 5 വിധ ആനുകൂല്യങ്ങളാണ് ഈ വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എബ്രായ ലേഖനം അപ്പോസ്തലൻ എഴുതിയിട്ടുള്ളത് എബ്രായ ക്രൈസ്തവരെ ഉദ്ദേശിച്ചാണെന്നുള്ളത് ശരിയാണെങ്കിലും 3 പ്രത്യേക വിഭാഗം ആളുകൾ ഈ പൗലോസിന്റെ ലേഖനം വായിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലുണ്ട്. ഒന്നാമത് എബ്രായ വിശ്വാസികൾ, അതായത് എബ്രായ മതവിശ്വാസിൽ നിന്ന് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച് വിശ്വാസത്തിലേക്ക് വന്ന
എബ്രായ വിശ്വാസികൾ. 2, those newborn believers who were not being matured to the measure of Christ but were in a state of slipping away from. അതായത് വിശ്വാസികളായി തീർന്നവരെങ്കിലും അവർ വേണ്ടത്ര ആത്മീയ പക്വതയിലേക്ക് എത്തിച്ചേരാതെ അതിൽ നിന്ന് പക്വതയിൽ നിന്ന് വഴുതിപ്പോകാനായിട്ട് നിൽക്കുന്ന ആളുകൾ. 3rd ഗ്രൂപ്പ്, people who were intelligently അല്ലെങ്കിൽ ഇന്റലക്ച്വലി enlightened but not been born again. ബൗദ്ധികമായി അവർ പ്രകാശം ലഭിച്ചവർ എന്നാൽ രക്ഷിക്കപ്പെടാത്തവർ. അവരുടെ വേറൊരു പേരാണ് പറയാം അപ്പോസ്റ്റേറ്റ്സ്, അതായത് വിശ്വാസ ത്യാഗികൾ. ഇങ്ങനെ 3 കൂട്ടം ആളുകളെയാണ് ഈ ലേഖനത്തിന്റെ രചനയിൽ അപ്പോസ്തലൻ ഉന്നം വെച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ യഥാർത്ഥ രക്ഷിക്കപ്പെട്ട വിശ്വാസികൾ, 2 രക്ഷിക്കപ്പെട്ടവരെങ്കിലും ക്രിസ്ത്യൻ മച്യൂരിറ്റി പ്രാപിക്കാതെ ഇതും ശരിയാണ് അല്ലെങ്കിൽ ഇതിനേക്കാൾ മെച്ചമായിരുന്നു യഹൂദ വിശ്വാസം എന്ന് പ്രവർത്തിച്ചു നോക്കി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ. 3 അപ്പോസ്റ്റേറ്റ്സ്, വിശ്വാസ ത്യാഗികൾ. നമ്മുടെ പഠന വിഷയമാകുന്ന ഈ എബ്രായ ലേഖനം 6-ാം അധ്യായം 4-5 വാക്യങ്ങൾ ഇതിൽ ഏത് കൂട്ടത്തിൽപ്പെടുന്ന ആളുകളാണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഞാൻ ആദ്യമായി തന്നെ പറയാം, ഈ വാക്യഭാഗവും ഈ പാസേജും വായിച്ചാൽ ഈ പർട്ടിക്കുലർ പാസേജ് ഈസ് നോട്ട് സ്പീക്കിംഗ് അബൌട്ട് ദോസ് ബിലീവേഴ്സ് ഹു വെയർ ബോൺ അഗെയിൻ ബട്ട് പീപ്പിൾ ഹു വെയർ അപ്പോസ്റ്റേറ്റ്സ്. യഥാർത്ഥമായി വീണ്ടും ജനിച്ച ആളുകളെ കുറിച്ചല്ല ഈ പാസേജ് പറയുന്നത്. നേരെ മറിച്ച് വീണ്ടും ജനനത്തിന്റെ ആവശ്യകത ഭൗതിക മണ്ഡലത്തിൽ വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടും കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ മനസ്സില്ലാതെ പീപ്പിൾ ഹു വർ സ്റ്റാൻഡിങ് അറ്റ് ദ വിം ഓഫ് സാൽവേഷൻ ബട്ട് യെറ്റ് അപ്പോസ്റ്റേറ്റ്സ്, അതായത് രക്ഷയുടെ വിളമ്പിൽ വന്ന് നിൽക്കുന്നുവെങ്കിലും രക്ഷിക്കപ്പെടാതെ വിശ്വാസ ത്യാഗികളായി തീർന്ന ആളുകളെ കുറിച്ചാണ് അപ്പോസ്തലൻ ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അതിന്റെ കാരണങ്ങൾ അടുത്ത പാഠങ്ങൾ എടുക്കുമ്പോൾ വ്യക്തമായി പറയാം. ഇന്നത്തെ ഈ സമയത്തിന്റെ പരിമിതിയിൽ ഈ ഭാഗം മൊത്തം കൂടെ പറയാൻ എനിക്ക് സാധിക്കുകയില്ല. ഞാൻ അതിന്റെ ആദ്യ ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. ഈ 5-fold പ്രിവിലേജസ്, 5 വിധ ആനുകൂല്യങ്ങൾ ലഭിച്ച ഈ എബ്രായ വിശ്വാസികൾ അല്ലെങ്കിൽ എബ്രായ ക്രൈസ്തവർ, അവർക്ക് ആദ്യമായി ലഭിച്ചതായി അപ്പോസ്തലൻ പറയുന്ന അഡ്വാൻറ്റേജിൽ ഒന്നാമത്തേത്, ദ ഫസ്റ്റ് അഡ്വാൻറ്റേജ് ദാറ്റ് ദേ ഹാഡ് ബീൻ എൻലൈറ്റഡ്, അവര് പ്രകാശനം ലഭിച്ച ആളുകളാണ്. എന്താണ് ഈ പ്രകാശനം എന്നാണ് ഞാനിപ്പോ പറയാനായിട്ട് പോകുന്നത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ വേദഭാഗം അതായത് ഇവിടെ 6-ാം അധ്യായത്തിലെ 4 മുതലുള്ള ഈ വാക്യങ്ങളിൽ the apostle is not making any sort of mention about justification, sanctification, the new birth or regeneration. നീതീകരണം, വിശുദ്ധീകരണം, അതുപോലെ തന്നെ ഈ പറയപ്പെട്ട വീണ്ടും ജനനം എന്നിങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും അപ്പോസ്തലൻ ഈ ഭാഗത്ത് പരാമർശിക്കുന്നില്ല. അതാദ്യം മനസ്സിലാക്കണം. രണ്ടാമതായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ പറയപ്പെടുന്ന എൻലൈറ്റ്മെന്റ്, അതായത് പ്രകാശനം എന്ന് പറയുന്നത്, it is spoken of here has to do with the intellectual perception of spiritual biblical truth. അതായത് ആത്മീയവും ബൈബിളികവുമാകുന്ന യാഥാർത്ഥ്യങ്ങളെ ഭൗതിക മണ്ഡലത്തിൽ പ്രകാശിപ്പിക്കപ്പെട്ട കാര്യമാണ്. ഹൃദയത്തിൽ പ്രകാശം ആയ കാര്യം അല്ല എന്ന് ഞാൻ പ്രത്യേകം എടുത്ത് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രകാശനം എന്ന വാക്ക് പുതിയ നിയമത്തിൽ സെപ്റ്റിജന്റ് ബൈബിളിലെ ഗ്രീക്കിൽ തന്നെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഫോർട്ടിസോ എന്ന് പറയുന്ന പദപ്രയോഗമാണ്. ഫോർട്ടിസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരവധി പ്രാവശ്യം ആ വാക്കുകൾ പുതിയ നിയമത്തിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട്. അതിലൊരർത്ഥം ടു ഗീവ് ലൈറ്റ് ബൈ നോളേജ് ഓർ ടീച്ചിങ്, അതായത് അറിവ് പകരുക വഴി അല്ലെങ്കിൽ അധ്യയനം പകരുക വഴി ലഭിക്കുന്നതായ അല്ലെങ്കിൽ കൊടുക്കപ്പെടുന്നതായ പ്രകാശം. നമ്മളിപ്പോ സെക്കൻഡ് സ്കൂളിൽ പഠിക്കുകയാണ്. ആൽബർട്ട് ഐൻസ്റ്റീന്റെ E=mc² എന്ന് പറയുന്ന ആറ്റോമിക് എനർജിയുടെ യാത്രവാക്യം നമ്മളെ ഒരു ഫിസിക്സിന്റെ ടീച്ചർ ക്ലാസ്സിൽ പഠിപ്പിച്ചാൽ അദ്ദേഹം നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് ആത്മീയ വെളിച്ചം പകരുകയല്ല, മറിച്ച് വിദ്യാഭ്യാസം പകരുകയാണ്. അല്ലെങ്കിൽ ഭൗതിക മണ്ഡലത്തില് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിരിക്കുന്ന E=mc² that the energy can be converted back to mass and mass can be converted back to energy എന്ന് പറയുന്ന ഈ ആറ്റോമിക സിദ്ധാന്തത്തിന്റെ അടിസ്ഥാന തത്വം എന്താണെന്ന് ഒരു അധ്യാപകൻ നമുക്ക് ബുദ്ധിമണ്ഡലത്തിൽ പ്രകാശിപ്പിച്ചു തരികയാണ്. ആ കാര്യം നമ്മൾ മനസ്സിലാക്കാനും അതിന്റെ ആഴങ്ങളെ കുറിച്ചുള്ള ഫിസിക്സിന്റെ അറിവ് സമ്പാദിക്കാനും ദൈവവചനം പഠിച്ച ഹൃദയത്തിൽ അത് ഹൃദയസ്ഥമാക്കുന്ന പോലെ
ഹൃദയത്തിൽ അത് സംഗ്രഹിക്കേണ്ട ആവശ്യമില്ല, ബുദ്ധിമണ്ഡലത്തിൽ പ്രകാശനമായാൽ മതിയാവും. എന്ന് പറഞ്ഞാൽ നമ്മൾ തലച്ചോറിനകത്ത കാര്യങ്ങൾ ആഴമായി പതിഞ്ഞാൽ മതിയാവും. അവിടെ നിന്നാണ് നാം ഓർമ്മയിൽ നിന്ന് അത് അടർത്തിയെടുക്കുന്നത്. അപ്പോ ഇവിടെ ഫോർട്ടിസോ എന്ന് പറയുന്ന വാക്ക് is essentially or necessarily has to do with intellectual perception of biblical or spiritual truth or not procurement of salvation. അതായത് ബൗദ്ധിക മണ്ഡലത്തിൽ നമുക്കുള്ള ബൗദ്ധികമായിട്ടുള്ള തിരിച്ചറിവ് അല്ലെങ്കിൽ മനോബോധം അല്ലെങ്കിൽ പരിജ്ഞാനം അല്ലാതെ അത് ഹൃദയത്തിൽ രക്ഷയെ അവകാശമാക്കുന്നതുമായി യാതൊരു ബന്ധവും ആ പദപ്രയോഗത്തിന് ഇല്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഗലീലിയൻ മിനിസ്ട്രിയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആ ഗലീലിയൻ മിനിസ്ട്രിയിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 1-ന്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഈ വാക്യത്തിൽ യെശയ്യാവ് 9:1-2 വാക്യങ്ങളിൽ പറയപ്പെടുന്ന ഈ വാക്യങ്ങളുടെ നിവർത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് കർത്താവോട് പറഞ്ഞിങ്ങനെയാണ്, ഇരുളിലിരിക്കുന്ന ജനം, മത്തായി 4:16, സെബൂലൂൻ ദേശവും നഫ്താലി ദേശവും ജാതികളുടെ ഗലീലയും യോർദാൻ അക്കരെയുള്ള നാടും ഇങ്ങനെ ഇരുളിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു എന്നാണ് ആ വാക്യത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ വായിക്കുന്നത്, കർത്താവായ യേശു ക്രിസ്തു എന്ന ലോകത്തിന്റെ വെളിച്ചം ഗലീലിയായിലും ശമരിയായിലും യഹൂദിയയിലുമായി ചുറ്റി സഞ്ചരിച്ച 3.5 വർഷക്കാലം താൻ ചെയ്ത പ്രസംഗങ്ങൾ, അടയാളങ്ങൾ, അത്ഭുത പ്രവൃത്തികൾ, വീര്യപ്രവൃത്തികൾ ഇന്നിത്യാദികൾ കൂടെ they all saw a big light. അവരെല്ലാവരും ഒരു വലിയ വെളിച്ചം കണ്ടവരാണ്. കർത്താവായ യേശു ക്രിസ്തു ചെയ്ത ഈ അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, വീര്യപ്രവൃത്തികൾ, പ്രസംഗങ്ങൾ, ഈ പറയപ്പെട്ട രോഗശാന്തി ശുശ്രൂഷകൾ, ഇവയെല്ലാം കണ്ടവർ അവരെല്ലാവരും അവരുടെ ബൗദ്ധിക മണ്ഡലത്തിൽ കർത്താവായ യേശു ചെയ്ത കാര്യങ്ങൾ മനസ്സിലാക്കിയവരാണ്. അവ പറഞ്ഞു വരുമ്പോൾ they all had been enlightened as to their mind. അവരുടെ എല്ലാവരുടെയും ഈ മനോമണ്ഡലം അല്ലെങ്കിൽ ബൗദ്ധിക മണ്ഡലം പ്രകാശിപ്പിക്കപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ ഈ കാര്യങ്ങളെ അവർ കണ്ട് ഗ്രഹിച്ചിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയവും നമുക്ക് അവിടെ പറയുവാനായിട്ട് സാധിക്കുകയില്ല. അത് ഗലീലയുടെ പ്രദേശം ഉണ്ടായിരുന്ന ആളുകൾ എല്ലാവരും ഈ സുവിശേഷം കേൾക്കുകയും അവര് ഒരു പരിധിവരെ അവരുടെ ബുദ്ധിമണ്ഡലത്തിൽ ആ കാര്യങ്ങൾ സത്യമാണെന്ന് അവർ മനസ്സിലാക്കുകയും ചെയ്തു. എങ്കിലും നമ്മൾ വായിക്കുന്നത് ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് അത് വിശ്വാസമായി പരിണമിച്ച് അവർക്ക് ആത്മരക്ഷയ്ക്ക് ഉപാധിയായി ഭവിച്ചില്ല. ഇതേ കാര്യമാണ് എബ്രായലേഖനം 6-ാം അധ്യായത്തിന്റെ 4 മുതൽ 5 വരെയുള്ള ഭാഗത്ത് അപ്പോസ്തലൻ പറയുന്ന കൂട്ടർക്കും സംഭവിച്ചത്. അതായത് അവരെല്ലാവരും ദൈവത്തിന്റെ വചനം കേട്ടു, അവർക്കെല്ലാവർക്കും രക്ഷിക്കപ്പെടാനുള്ള അവസരം ഒരുപോലെ ലഭിച്ചതാണ്. അവർക്കെല്ലാവർക്കും കർത്താവിന്റെ വചനം വിളമ്പിയത് ഒരുപോലെയാണ്. എന്നാൽ അതിൽ ഒരു കൂട്ടം ആളുകൾ ദേ ബിഗെയിം അപ്പോസ്റ്റേറ്റ്സ്, ഒരുപറ്റം ആളുകൾ അവർ വിശ്വാസത്യാഗികളായി തീർന്നു. എങ്ങനെ അറിയാവോ? they did not believe what they heard and were enlightened to their mind. തങ്ങൾ കേട്ട് തങ്ങളുടെ ബൗദ്ധിക മണ്ഡലത്തിൽ പ്രകാശിതരായ വിഷയങ്ങൾ അവരുടെ ഹൃദയങ്ങളിലേക്ക് രക്ഷയ്ക്കായിട്ട് അവർ വിശ്വസിച്ചില്ല. വിശ്വസിക്കാൻ അവരുടെ അവിശ്വാസ നിമിത്തം അവർക്ക് വിശ്വസിക്കുവാൻ കഴിയാതെ പോയി. അവരുടെ അവിശ്വാസ നിമിത്തം അവർക്ക് വിശ്വസിക്കാൻ കഴിയാതെ പോയി. എന്നാൽ ബൗദ്ധിക മണ്ഡലത്തിൽ അവർക്ക് ഈ കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് വളരെ നന്നായിട്ട് അറിയാം. ഞാൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് റാന്നിയിലെ ഒരു സ്ഥലത്ത് എന്റെ കൂടെ വേദവിദ്യാർത്ഥിയായി സെമിനാരിയിൽ പഠിച്ച ഒരു സ്നേഹിതന്റെ വീട്ടിൽ ചെന്നു. അദ്ദേഹത്തിന്റെ ഫാദറ് നല്ലൊരു മദ്യപാനിയായ സഹോദരനാണ്, ഒരു നല്ല പാവത്താനുമാണ്. അങ്ങനെ ആരോടും വഴക്കോ വയ്യാവേലിയോ ഒന്നും ഉള്ള ആളല്ല. ആരോടും എനിക്ക് അസൂയയോ കുശുമ്പോ പ്രയാസങ്ങളോ ഒന്നുമില്ല. അദ്ദേഹത്തോട് വളരെ നീണ്ട മണിക്കൂറുകൾ പല ദിവസങ്ങളിൽ ഞാൻ സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട്. അവരുടെ വീട്ടിൽ വെച്ച കോട്ടയം മീറ്റിംഗിൽ പല പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. ഞാൻ അത് ഏറ്റവും ഒടുവിലായിട്ട് അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ, അതായത് അദ്ദേഹം മരിക്കുന്നതിന് കുറച്ചു തൊട്ട് മുമ്പ് ചെറുപ്പക്കാരൻ ഒരു 48 വയസ്സായപ്പോൾ മരിച്ചുപോയി. കാര്യം പച്ചവെള്ളം നമ്മൾ കുടിക്കുന്ന പോലെ അദ്ദേഹം ചാരായം കുടിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നോ ഇന്റർവെൽ അറ്റ് ഓൾ. അപ്പൊ അങ്ങനെ കഴിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തെ പറഞ്ഞു, സംഡേ യു ഷാൽ ഡൈ, ഒരിക്കൽ നിങ്ങൾ മരിക്കേണ്ടതായിട്ട് വരും. യുവർ സോൾ ഷാൽ ബി ട്രാൻസ്ഫേർഡ് ഇൻ ടു എ പ്ലേസ് ഓഫ് ഇറ്റേണൽ പണിഷ്മെന്റ്. നിത്യമായി നരക സ്ഥലത്തേക്ക് നിങ്ങൾ പോകേണ്ടതായിട്ട് വരും. അതുകൊണ്ട് നിങ്ങൾ ഈ കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കണം. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് ഒരു വാക്ക് പറഞ്ഞു, ഈ നരകം സൃഷ്ടിച്ചതും ദൈവമല്ലേ,
ഞാൻ പറഞ്ഞാണ് ദൈവം എന്തിനാ സൃഷ്ടിച്ചത്? ഞാൻ പറഞ്ഞു പിശാചിനും അവന്റെ ദൂതന്മാർക്കും വേണ്ടിയാ. അപ്പൊ അവിടെയും ഒക്യുപ്പേഷൻ കുറെ പേര് വേണമല്ലോ, അവിടെയും കുറെ പേര് പോകാൻ ആവശ്യം. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാ, ടൈറ്റസ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് എനിക്കറിയാം. യേശു ക്രിസ്തു പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, ക്രൂശിന്മേൽ മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, പിതാവിന്റെ സ്ഥലത്തേക്ക് കയറിപ്പോയി. 40 ദിവസമാണ് ആ സ്വർഗ്ഗാരോഹണം സംഭവിച്ചത്. ഇനിയും കർത്താവായ യേശു വരും. ഈ കാര്യങ്ങളൊക്കെ ഞാനും മനസ്സിലാക്കുന്നുണ്ട്. ബട്ട് ഐ ഡോണ്ട് വാണ്ട് ടു അക്സെപ്റ്റ് ഇറ്റ്. എനിക്ക് അദ്ദേഹത്തെ രക്ഷിതാവായിട്ട് സ്വീകരിക്കേണ്ട. ഐ ചൂസ് ടു ഗോ ടു ഹെൽ എന്ന് അദ്ദേഹം പറഞ്ഞു. ഫൈനലി ഹി വെന്റ് ദേർ. ഞാൻ പറഞ്ഞു വന്നതിന്റെ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ ഭൗതിക മണ്ഡലത്തിൽ അദ്ദേഹം ഒരു ക്രൈസ്തവ പശ്ചാത്തലത്തിൽ ജനിച്ചവരും പോരായെങ്കിൽ ഞങ്ങളെ പോലുള്ള അനേക ദൈവമക്കൾ ചെന്ന് സുവിശേഷം അദ്ദേഹത്തോട് പങ്കിടുകയും ചെയ്തപ്പോൾ ഈ ഞങ്ങൾ പറയുന്ന കാര്യം സത്യമാണെന്ന് അദ്ദേഹത്തിന്റെ ഭൗതിക മണ്ഡലത്തിൽ ബോധ്യമായി. The word of fortiso has to necessarily do with the intellectual perception of biblical or spiritual truth, but not necessarily procuring that salvation within the heart. ഭൗതിക മണ്ഡലത്തില് ഒരു വചനം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രകാശമാണ് ഇവിടെ പറയപ്പെടുന്ന പ്രകാശനം, അല്ലാതെ ഹൃദയത്തിൽ രക്ഷയായി ഭവിച്ചത് അല്ല എന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ പറയപ്പെടുന്ന ആളുകൾ വിശ്വാസികളല്ല, വിശ്വാസത്തിന്റെ വക്കിൽ വന്ന്, അതായത് രക്ഷയുടെ വക്കിലോളം വന്നെത്തി കാര്യങ്ങൾ വസ്തുനിഷ്ഠപരമായി അറിഞ്ഞിട്ടും ഡെലിബറേറ്റ്ലി റിജക്ട് ചെയ്ത് സുവിശേഷത്തെ വേണ്ട എന്ന് വെച്ച്, രക്ഷയെ വേണ്ട എന്ന് വെച്ച് പോയ അപ്പോസ്റ്റേറ്റുകൾ, അതായത് അവിശ്വാസികളായാണ് ആളുകളാണ് എന്ന് പ്രഥമത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദിസ് വാസ് ദർ ഫസ്റ്റ് അഡ്വാൻറ്റേജ്, ദാറ്റ് ദേ ഹാഡ് ബീൻ എൻലൈറ്റൻഡ്. സെക്കൻഡ്ലി, ഈ എബ്രായർ 6:4 മുതൽ വാക്കിൽ പറയപ്പെടുന്ന ആൾക്കാരെ കുറിച്ച് പറയുന്നത്, നോട്ട് ഓൺലി ദേ വർ ബീൻ എൻലൈറ്റൻഡ് ഇന്റലക്ച്വലി, ബട്ട് ദേ ഓൾസോ ഹാഡ് ടേസ്റ്റഡ് ദ ഹെവൻലി ഗിഫ്റ്റ്. അവര് ഭൗതിക മണ്ഡലത്തിൽ കേവലം ദൈവത്തിന്റെ രക്ഷാത്വ ശാസ്ത്രത്തെ പ്രകാശിപ്പിക്കപ്പെട്ടവർ മാത്രമല്ല, അവര് ദൈവത്തിന്റെ സ്വർഗത്തിന്റെ ദാനങ്ങൾ, സ്വർഗീയ ദാനം ആസ്വദിച്ചവരായിരുന്നു. ദേ ഹാഡ് ടേസ്റ്റഡ് ഓഫ് ദ ഹെവൻലി ഗിഫ്റ്റ്. ഇവിടെ പറയപ്പെടുന്ന ടേസ്റ്റ് എന്ന വാക്ക് ഞാൻ പറഞ്ഞുതരാം. കൊരിന്ത്യർക്കെഴുതിയ 2-ാമത്തെ ലേഖനം 9-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു, പറഞ്ഞു തീരാത്ത ദാനനിമിത്തം ദൈവത്തിന്റെ സ്തോത്രം. താങ്ക്സ് ബി ടു ഗോഡ് ഫോർ ദി അൺസ്പീക്കബിൾ ഗിഫ്റ്റ്. അപ്പൊ അൺസ്പീക്കബിൾ ഗിഫ്റ്റ് എന്ന് പറയുന്നത് അവിടെ രക്ഷയാണ്. പറഞ്ഞു തീരാത്ത ദാനനിമിത്തം ദൈവത്തിന് സ്തോത്രം, അങ്ങനെ പാട്ടുമുണ്ട്. But these people to whom the apostle is speaking here is particularly telling that they had tasted of the heavenly gift. അതായത് അപ്പോസ്തലൻ ആരോട് സംസാരിക്കുന്നു അവരെ കുറിച്ച് പറയുകയാണ്, അവർ സ്വർഗത്തിന്റെ ദാനം ആസ്വദിച്ചവരാണ്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഈ നമ്മുടെ ശമരിയാക്കാരി സ്ത്രീയോട് കർത്താവ് സംസാരിക്കുന്ന സമയത്ത് യാക്കോബിന്റെ കിണറ്റിങ്കിൽ വെച്ച് അവിടെ ശമരിയാക്കാരി സ്ത്രീയോട് സംസാരിക്കുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞിങ്ങനെയാണ്, നിന്നോട് സംസാരിക്കുന്നവൻ ആരെന്നും അവൻ നിനക്ക് തരുവെന്ന ദാനം, അതായത് ഗിഫ്റ്റ് എന്ത് എന്നും നീ അറിഞ്ഞിരുന്നുവെങ്കിൽ നിശ്ചയമായും നീ എനിക്ക് കുടിക്കാൻ തരുമായിരുന്നു. The gift which Jesus implicated indirectly to the Samaritan lady was not the drinking water that she was drawing from the well, or that some other water that Jesus had brought with him from the places. No, he was talking to her about the salvation, gift of salvation, which he is about to give her, provided that she would realize that who he was. കർത്താവായ യേശു ആരാണെന്ന് അവൾ തിരിച്ചറിയുകയും അവൻ കൊടുക്കാനിരിക്കുന്ന ദാനം എന്താണെന്ന് അവൾ മനസ്സിലാക്കി ചെയ്യുന്നുവെങ്കിൽ നിശ്ചയമായും അവൾ യാക്കോബിന്റെ കിണറിൽ നിന്ന് കോരുന്ന വെള്ളം കർത്താവിന് കുടിക്കാൻ കൊടുക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. There also Jesus emphasized this gift of salvation. ദൈവത്തിന്റെ രക്ഷയാണ് അവിടെ ഈ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രശ്നം that these people had tasted heavenly gift. ഇവരെന്താ ചെയ്ത്? സ്വർഗീയ ദാനം ആസ്വദിച്ചവരാണ്. ഞാനത് ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുന്നില്ല. വാട്ട് ഈസ് ടേസ്റ്റിംഗ് ആൻഡ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടേസ്റ്റിംഗ് ആൻഡ് ഈറ്റിംഗ്? ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് ചിന്തിക്കുക, ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് മേ ബി ഇൻ അറേബ്യൻ ഗൾഫ് ഓർ അമേരിക്ക ഓർ ഇന്ത്യ, ദാറ്റ് ഈസ് wherever it might be, I came there. When I came there, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത ഒരു വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള സ്വീറ്റ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പറഞ്ഞു, ദേവദാസനെ ഈ സ്വീറ്റ് അല്പം ഒന്ന് കഴിച്ചു നോക്കണം. ഞാൻ എന്ത് ചെയ്തു? ഞാൻ പറഞ്ഞു, ഐ എം ആൻ അക്യൂട്ട് ഡയബറ്റിക് പേഷ്യന്റ്.
I cannot take such a sweet things, very difficult for me. അതുകൊണ്ട് എനിക്ക് അത് എടുക്കാനായിട്ട് പറ്റുകയില്ല. ഞാൻ എന്ത് ചെയ്തു, അവരോട് അങ്ങനെ പറയുന്നത് അവർക്ക് പ്രയാസമായതുകൊണ്ട് I just touch it with my finger and I put it on my tongue and I just tasted the sweet of that particular thing that they have prepared. അതിന്റെ ടേസ്റ്റ് ഞാൻ ഒന്ന് രുചിച്ചു നോക്കി. ഇതേ സെയിം അർത്ഥം ആ ഗ്രീക്കിൽ അവിടെ ഉപയോഗിക്കുന്ന വാക്കിന്റെ അർത്ഥം. നോട്ട് ബീൻ ഈറ്റൺ അപ്പ് ബട്ട് ഒൺലി ബീൻ സിംപ്ലി ടേസ്റ്റഡ് അപ്പ്. അവര് ഭക്ഷിച്ചില്ല, മറിച്ച് അവര് രുചിച്ചു നോക്കുക മാത്രമാണ് ചെയ്തത്. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു കാൽവരിലെ ക്രൂശിൽ കിടക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ഐ തേഴ്സ്റ്റ്, ജീസസ് സെഡ്. അപ്പം നാം വായിക്കുന്നു, പടയാളികൾ ഒരുവൻ ക്രൂശിന്റെ ചുവട്ടിൽ നിൽക്കുന്ന പടയാളികൾ ഒരുവൻ തന്റെ കയ്യിൽ നിന്ന് ഒരു സ്പോങ് കൊണ്ട് താൻ പുളിച്ച വീഞ്ഞ് അതിന്മേൽ മുക്കി ഈ സ്പോങ് കർത്താവിന്റെ ചിരടറ്റത്തേക്ക് കൊണ്ടുകൊടുത്തു. വെൻ ഹി ഹാഡ് ടേസ്റ്റഡ് ഇറ്റ് he was not willing to take it. അവൻ രുചിച്ചു നോക്കിയാറെ അവൻ അത് കുടിപ്പാൻ മനസ്സായില്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡ്രിങ്കിങ് ആൻഡ് ടേസ്റ്റിംഗ് ഓർ ഈറ്റിംഗ് ആൻഡ് ടേസ്റ്റിംഗ്. സാൽവേഷൻ, രക്ഷയെ ആസ്വദിച്ചു നോക്കുക എന്ന് പറയുന്നതും രക്ഷയെ അനുഭവിക്കുക എന്ന് പറയുന്നത് രണ്ടാണ്. How a sinner